പ്ലൂട്ടോ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. ഇന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഉണ്ടായിട്ടും ഞാൻ ആദ്യം കയറിയത് പ്ലൂട്ടോയ്ക്കാണ്. ഞാൻ FDFS തന്നെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതിലെ കാസ്റ്റിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പം നീരജ് മാധവ് ആണെങ്കിലും, അജു വർഗീസ് ആണെങ്കിലും, അൽത്താഫ് സലീം ആണെങ്കിലും, വിനീത് തട്ടിലാണെങ്കിലും ഇവരൊക്കെ ഒരു മോശം സീനിനെ പെർഫോം ചെയ്ത് ഗംഭീരമാക്കാൻ പ്രാപ്തിയുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്ട്രോങ് സോണായ കോമഡിയിലോട്ടൊരു ഏലിയൻ സിനിമ, ആ ഒരു പ്ലോട്ട് മലയാളത്തിലേക്ക് ഒരു കോമഡി ഔട്ട്ലൈനിൽ വരുന്നു എന്നുള്ളതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ FDFS ഈ സിനിമയ്ക്ക് കയറിയതാണ്. ഈ സിനിമ ഒന്നാമത്തെ കാര്യം ഇറങ്ങി ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ട്വിറ്ററിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇതിൻ്റെ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടില്ല. ആകെ കണ്ടത് കുറേ പെയ്ഡ് PR ആണ്. അല്ലാതെ ജെനുവിൻ റിവ്യൂസ് ഇടുന്ന ആരും ഇട്ടത് കണ്ടിട്ടില്ല. യൂട്യൂബിൽ കുറച്ച് റിവ്യൂസൊക്കെ ഇതിനോടകം തന്നെ വന്നു. ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാനൊരു നോൺ ലോജിക്കൽ ഫൺ പരിപാടിയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീൻ്റെ സിനിമയൊക്കെ ഇല്ലേ, ആ സിനിമയിലേക്ക് ഒരു ഏലിയൻ വന്ന എങ്ങനെയിരിക്കും, ആ ഒരു മൂടെ ഞാൻ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്കിതിൻ്റെ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് വർക്കായി. കാരണം ഇതൊരു ചെറിയ പരിപാടിയാണ്. ഇപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനാണെങ്കിലും വളരെ തിൻ ലൈനാണ്. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഏലിയൻ വരുന്ന പറഞ്ഞ് ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. വേറെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം ആ ഒരു ട്രാക്കർ കറക്റ്റ്, അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, ഇപ്പം ലാസ്റ്റ് എങ്ങനെ ആയിരിക്കും, അതൊക്കെ അതുപോലെ തന്നെയാണ്. ഒരു കൊച്ചു പരിപാടിയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലോട്ട് വരുമ്പോഴാണെങ്കിലും ഉള്ളത് അവർ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ക്രിപ്റ്റിലുള്ള വേൾഡിനെ പ്രൊഡക്ഷനിലൂടെ ചേർന്ന് വലുതാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അപ്പം ആ ചെറുതായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്ക് വർക്കായിരുന്നു. എല്ലാ കോമഡിയൊന്നും ഇഷ്ടപ്പെട്ടില്ല, കുറേ ചളികളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു 50% കോമഡി വർക്കായി. ചിപ്പിൻ്റെ സീനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല രസത്തിൽ അങ്ങനെ ഇൻ്റർവെൽ വരെ എത്തി. പക്ഷേ സെക്കൻഡ് ഹാഫ് പടം കംപ്ലീറ്റ് പടം കൈവിട്ടു പോയൊരവസ്ഥയായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇവർക്കറിയാം എൻഡിങ്, എല്ലാ സിനിമകളുടെ എൻഡിങ് ഇങ്ങനെ, അപ്പം നമുക്കും ഇങ്ങനെ എൻഡ് ചെയ്യാം, ആ ഒരു രീതിയിൽ എൻഡ് ചെയ്താലോ എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഓടണമല്ലോ സെക്കൻഡ് ഹാഫ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ക്യാരക്ടർ ആർക്കൊക്കെ ഒന്നും ഒരു ബന്ധമില്ല. ഹർഷ ബൈജു ഒക്കെ വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ എന്താണ് കാണിക്കുന്നതെന്ന് പുള്ളിക്കാരിക്കും അറിയത്തില്ല. എഴുതിയ നിയാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ റൈറ്റർ, പുള്ളിക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എഴുത്ത് വളരെ മോശമായിരുന്നു സെക്കൻഡ് ഹാഫിലെ. എന്നിട്ട് അവസാനത്തെ അരമണിക്കൂറൊക്കെ ഈ വെട്ടം സിനിമയിലൊക്കെ പോലെ മറ്റേ ക്ലാഷാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ നമുക്കൊരു ചിരിയുടെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്കതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തല പെരുക്കും. അപ്പോൾ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂറാണ് എനിക്ക് ഈ സിനിമ അൺസഹിക്കബിളായിട്ട് തോന്നിയത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഗുഡ് ഫസ്റ്റ് ഹാഫും വളരെ വീക്ക് മോശം സെക്കൻഡ് ഹാഫുമായിട്ടാണ് എനിക്ക് സിനിമയുടെ തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കലി ഉഗ്രനാണ്. ഇതിൻ്റെ ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖർ, അദ്ദേഹം അടിപൊളിയായിട്ട് ഇതിനെ മൊത്തത്തിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ പാക്കേജ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലൈറ്റിംഗ് ആണ്. ആ ലൈറ്റിംഗ് അത്ര അടിപൊളിയായതുകൊണ്ട് തന്നെ കളറിങ് സൂപ്പറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ വിഷ്വൽസ് മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ എഡിറ്റിങ്, ഒരു റീലൊക്കെ കാണുന്ന ഫീൽ, ഈ കഥയ്ക്ക് അത് ഓക്കെയാണ്. അങ്ങനെ കണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. മ്യൂസിക് ആണെങ്കിലും കുറച്ച് ഓവർഡു ആയിരുന്നു മ്യൂസിക്, പക്ഷേ എങ്കിലും ഒരു രസം, ഒരു വൈബിൽ കാണാൻ പറ്റും. അപ്പം മൊത്തത്തിൽ ടെക്നിക്കലിയും ഫസ്റ്റ് ഹാഫിൻ്റെ ആ മികവും കൊണ്ട് എനിക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് വൺ ടൈം വാച്ചായിട്ടാണ് തോന്നിയത് ഈ സിനിമ. പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് നമുക്ക് അറിയാം. അത് തന്നെ നീരജ് മാധവ്, അൽത്താഫ് സലീം ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അജു വർഗീസിനെ തന്നെയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ അജു വർഗീസ് തന്നെയാണ് സിനിമയിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് വളരെ ലിമിറ്റഡ് സ്ക്രീൻ ടൈമേ ഉള്ളൂ. വളരെ കുറച്ച് ദിവസമേ പുള്ളി ലൊക്കേഷൻ ഉണ്ടായതെന്നുള്ളത് നമുക്ക് പുള്ളിയുടെ സീനിൻ്റെ എണ്ണം, അത് പോട്ടെ ഷോട്ടിൻ്റെ എണ്ണം വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് പുള്ളി അടിപൊളിയാക്കിയിട്ടുണ്ട്. പുള്ളിയുള്ള കുറച്ച് മൈന്യൂട്ട് പരിപാടികളൊക്കെ പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിന് മുന്നേ തന്നെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമ ഷൂട്ടിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിനു മുന്നേ ഒന്നിലധികം ടീമുകളെ വെച്ചിട്ട് ഈ സിനിമ അനൗൺസ് ചെയ്തായിരുന്നു. ഇപ്പം ഡയറക്ടറായാലും ശരി, ഈ റൈറ്റർ, ക്രിയേറ്റീവ് ഡയറക്ടർ, അങ്ങനെ പറഞ്ഞ് പലരുടെയും തസ്തികകൾ ഇങ്ങനെ മാറിക്കൊണ്ട് ഇരുന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മാമാങ്ക സിനിമ മാറി വന്നില്ല, അതുപോലെ തന്നെ ഈ സിനിമ അങ്ങനെ മാറി വന്നതാണ്. അങ്ങനെ അവസാന സിനിമ ഒരു വൃത്തിയുള്ളൊരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തിയേറ്ററിൽ കാണണോ OTT കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു കോമഡി സിനിമ, ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഇപ്പം അങ്ങനത്തെ സിനിമകൾ വരാറില്ല, അങ്ങനത്തെ സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ അതല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഇതിൻ്റെ കഥയുടെ വലിപ്പം വളരെ തിന്നാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡിലൂടെ അത് അപ്പാക്കാനും നോക്കിയിട്ടില്ല. ആ ഒരു തിൻ ലൈനെ വൃത്തികേടാക്കാതെ അതിനാവശ്യമുള്ളത് കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.